നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ആയുർവേദിക് ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരുവിന്റെ പാടുകളും അതുപോലെ മുഖത്ത് വരുന്ന ഡിസ്കളറേഷൻസ്, കരിമാങ്കല്യം, പിന്നെന്താ കരുവാളിപ്പ്, പിന്നെ മുഖത്തുണ്ടാവുന്ന ചുളിവുകള്, ഇവയൊക്കെ മാറ്റാനും ഇവയൊക്കെ മാറ്റിയിട്ട് മുഖത്തിന്റെ നിറം കൂട്ടുന്ന അതുപോലെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതും ആയുർവേദിക് ഫേസ് പാക്ക് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളിൽ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ ഫേസ് പാക്കിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ അവ ഏതൊക്കെയാണെന്ന് കാണാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ആയുർവേദ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്, ലിക്കറിഷ് പൗഡർ. നിങ്ങൾ കേട്ടിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോളിസ്റ്റിക് തട്വ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതൊരു ആയുർവേദിക് ഹെർബൽ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇതുപോലൊരു സ്പൂണും കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ അളക്കാമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ 1/2 ടീസ്പൂണോളം ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടിയുടെ മാസ്കാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ചേർക്കണം എന്നില്ല, നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിയുടെ പൗഡർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ റോസ് വാട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ഈ ഒരു പാക്കിലുള്ളൂ. അപ്പോൾ റോസ് വാട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല്, തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം പോലെ ആവാൻ പാടില്ല കേട്ടോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിതുപോലെ ഒരു കോംബോ പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ഓറഞ്ച് പീൽ പൗഡർ കിട്ടി, അതുപോലെ നീം പൗഡർ കിട്ടിയിരുന്നു, പിന്നെ തുളസി ഇലയുടെ പൗഡർ കിട്ടിയിരുന്നു, പിന്നെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കിട്ടിയത്. ഒരു കോംബോ ഓഫറിലാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് അതുപോലെ കോംബോ ആയിട്ട് വാങ്ങണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പൊടി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടി മതിയല്ലോ. അപ്പോൾ അങ്ങനെയും വാങ്ങാം, നമുക്ക് സിംഗിളായിട്ട് വാങ്ങാം. ഇപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ നീമിൻ്റെ പൗഡറും അതുപോലെ തുളസി ഇല പൗഡറൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഈ ലിക്കറിഷ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നിറം കൂട്ടാനും സഹായിക്കും, അതുപോലെ കലകളൊക്കെ മാറാനും സഹായിക്കും. പിന്നെ ഇത് മുൾട്ടാണി മിട്ടിയുടെ മാസ്ക് ആണ് കേട്ടോ, പൗഡറല്ല, മാസ്ക് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, കട്ട പിടിച്ചു പോവും. അപ്പം നമ്മുടെ പോർസൊക്കെ ക്ലിയർ ആവാനും ടൈറ്റ് ആവാനും ഒക്കെ വളരെ നല്ലതാണ് ഈ മുൾട്ടാണി മിട്ടി. അപ്പോൾ ഈ ബ്രഷും സ്പൂണൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. 2 ബ്രഷൊക്കെ കിട്ടി, 2 സ്പൂണ്, പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ബാൻഡ്, മുടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ബാൻഡും ഇതുപോലെ കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്തൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിനും അതുപോലെ നമ്മുടെ കക്ഷത്തിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കരിമാങ്കല്യം അതുപോലെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ആയുർവേദിക് ഫേസ് പാക്കാണിത്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി കരിമാങ്കല്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മുഖത്തിലെ എല്ലാവിധ പാടുകളും മാറ്റി മുഖത്തിൻ്റെ ഫെയർനെസ് കൂട്ടാനും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുൾട്ടാണി മിട്ടിയുടെ മാസ്ക്, അത് സാധാരണ മുൾട്ടാണി മിട്ടി പൗഡറിനെ പോലെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. കാരണം ഇതിൽ അലോവേര വാട്ടറും അതുപോലെ കെയോലിൻ ക്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഡ്രൈ ആക്കില്ല. പിന്നെ ഇതൊക്കെ പാരബൻ ഫ്രീ പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ ആനിമൽസിനൊന്നും ടെസ്റ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴുകണം. കഴുകുമ്പോൾ ഇതുപോലെ വെള്ളത്തുള്ളികളെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എളുപ്പം അബ്സോർബ് ചെയ്യും. ഞാനിപ്പോൾ മുഖം കഴുകി വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഞാനിവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, ഇത് നാച്ചുറൽ ലൈറ്റാണ്. അപ്പോൾ ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സൂപ്പർ എഫക്റ്റീവാണ്, അടിപൊളിയാണ്. ഞാൻ ഈ സത്യം പറയില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഫേസ് പാക്കുകളെക്കാളും എനിക്ക് നല്ല പോലെ റിസൾട്ട് കിട്ടിയ ഒരു ആയുർവേദിക് ഫേസ് പാക്കാണ്. നല്ല നിറവും കിട്ടി, നല്ല തിളക്കവും ഉണ്ട്.
അപ്പോൾ ഇത് മുഖത്തെ പാടുകളും അതുപോലെ കരിമാങ്കല്യവും മാറ്റാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നല്ലൊരു നിറവും തിളക്കവും ഗ്ലോയിങ് എഫക്റ്റും ഒക്കെ തരുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല അടിപൊളിയാണ്. ഞാൻ തന്നെ ഗ്യാരണ്ടി, 100% ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും ഈ ഒരു ഫേസ് പാക്ക്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കുണ്ടായ മാറ്റം എന്നെ കമൻസ് വഴി അറിയിക്കുക. ഇനി നിങ്ങളിത് നേരത്തെ ഉപയോഗിച്ചവരാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടായ റിസൾട്ട് എന്നുകൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.